പ്രിയദർശിനി പദ്ധതി നടപ്പിലായതോടെ സ്വകാര്യ ബസ് മേഖല തകർച്ചയിൽ. ബസ് ഉടമകളുടെ ജില്ലാ കൺവെൻഷൻ ജൂലൈ 23-ന് പെരുമ്പാവൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ തകർച്ചയുടെ വക്കിലാണ്. KSRTC ഓർഡിനറി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ റൂട്ടുകളിലും 1000 രൂപ മുതൽ 4000 രൂപ വരെ പ്രതിദിന കളക്ഷനിൽ കുറവ് വന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പക്ഷെ 45 ദിവസത്തെ സമയം കൊണ്ട് ഞങ്ങൾ പലരും വീണ്ടും ഇല്ലാണ്ടാവും. 30-35 ദിവസമായപ്പോൾ തന്നെ ഞങ്ങളാകെ അവശതയായി. കാരണം ഓരോ മാസവും ഒരു ബസ്സിന് 60,000-70,000 രൂപ EMI അടക്കമുള്ള ബസ്സുകാരൻ അവസ്ഥ വളരെ മോശമായ രീതിയിൽ പോകുന്നു. എന്ത് ചെയ്യും? എറണാകുളത്ത് സിറ്റിയിലൊക്കെ പല ദിവസങ്ങളിലും ഡീസൽ തീർന്ന് ബസ് വഴിയിൽ ബ്ലോക്കാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണാം. അപ്പൊ പോലീസൊക്കെ അതിൽ ക്രൂരമായാണ് ഇടപെടണം. ബസ്സുകാരന് അനാസ്ഥയായിട്ടാണ് പറയണത്. കാശില്ലാതെ എങ്ങനെയാണ് ഡീസൽ അടിക്കുന്നത്? അതാണ് ബസ്സുകാരുടെ അവസ്ഥ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാ ജില്ലകളിലും നമ്മുടെ സംഘടനയുടെ ആഹ്വാനപ്രകാരം ഒരു ജില്ലാ കൺവെൻഷൻ വെക്കുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ കൺവെൻഷൻ പെരുമ്പാവൂർ വെച്ചാണ് നടത്തുന്നത്. ഡീസൽ അടിക്കുവാനോ ജീവനക്കാർക്ക് കൃത്യമായ വേതനം നൽകുവാനോ കഴിയാത്ത അവസ്ഥയാണ്. പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം ജില്ലയിലെ സ്വകാര്യ ബസ്സുകളുടെ അവസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഭാവി പരിപാടികൾ ആലോചിക്കുന്നതിനുമായി വ്യാഴാഴ്ച രാവിലെ 10:30-ന് പെരുമ്പാവൂർ EMS മുനിസിപ്പൽ ടൗൺ ഹാളിൽ കൺവെൻഷൻ നടത്തുന്നു. ജില്ലാ കൺവെൻഷന്റെ ഉദ്ഘാടനം MLA മനോജ് മൂത്താടൻ നിർവഹിക്കും. വിദ്യാർത്ഥികളുടെ തുച്ഛമായ 1 രൂപ മിനിമം എന്ന യാത്രാ നിരക്ക് 12 വർഷമായി തുടരുന്നതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി KM സിറാജ്, വൈസ് പ്രസിഡന്റ് MB അനിൽകുമാർ, പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് ജിജി തോമസ്, സെക്രട്ടറി KC രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം BO ഡേവിസ് എന്നിവർ പങ്കെടുത്തു. എന്താണ് പ്രിയദർശിനി സൗജന്യ യാത്ര ലക്ഷ്യമാക്കുന്നത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്ന KSRTC ബസ്സുകളിൽ ഫാസ്റ്റിനോ സൂപ്പർ ഫാസ്റ്റിനോ എക്സ്പ്രസിനോ ഈ നിബന്ധന ബാധകമല്ല. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ സൗജന്യ യാത്ര അനുവദനീയമായിട്ടുള്ളത്. കേരളത്തിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ 100% ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ഫാസ്റ്റോ എക്സ്പ്രസോ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളോ പ്രൈവറ്റ് മേഖലയ്ക്ക് അനുവദനീയമല്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓർഡിനറി ബസ്സിന് മാത്രം സ്ത്രീകൾക്ക് 0 ടിക്കറ്റിൽ യാത്ര ചെയ്യാനുള്ള സൗജന്യം ലഭ്യമാക്കിയാൽ ഇത് ആരെ ബാധിക്കും? കേരളത്തിലുടനീളം ഓടുന്ന പ്രൈവറ്റ് ബസ് മേഖല തകർന്ന് തരിപ്പണമാകുമെന്ന് ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ചെറിയ കാര്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി അതിൻ്റെ ഒരു ഹിയറിംഗ് കളക്ടറേറ്റ് വെച്ച് കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും പരാതികളും അനുഭവങ്ങളും കേട്ട് എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും എല്ലാം കേട്ട് അവർ വളരെ സൗകര്യമായി കേട്ടു. അതിന് നല്ലൊരു പരിഹാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഈ വരുന്ന വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഓപ്പറേറ്റർമാരുടെ എല്ലാവരും ഈ സംഘടനകൾ കേൾക്കുവാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കൺവെൻഷൻ വ്യാഴാഴ്ച EMS ഹാളിൽ വെച്ച് വച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.